നമസ്കാരം. രവീസ് വ്ളോഗിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. നമ്മുടെ കൈവശത്തിലുള്ളതെല്ലാം, നമുക്ക് ഉള്ളതെല്ലാം വളരെ മോശപ്പെട്ടതാണോ എന്ന ഒരു ചോദ്യമാണ് ഞാൻ ഇന്നിവിടെ ഉന്നയിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മാർക്കറ്റിംഗ് കമ്പനികളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേണ്ടിയും കോസ്മെറ്റിക് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും വർക്ക് ചെയ്ത് മനുഷ്യരെ സഹജമായി ലഭിച്ച നൈസർഗികമായ പല കഴിവുകളെയും ആഘോഷിക്കുന്നതിന് പകരം അവയെല്ലാം തന്നെ നമ്മുടെ മാത്രം കഴിവുകേട് കൊണ്ട് സംഭവിച്ചതാണ് എന്ന രീതിയിലേക്കുള്ള പ്രചണ്ഡമായ പ്രചരണമാണ് ഇവിടെ കുത്തഴിച്ചു വിടുന്നത്. ജരാനരകൾ, തൊലിപ്പുറമേയുള്ള ചുളിവുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് മനുഷ്യ സഹജമായി നമുക്ക് ആഘോഷിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. എന്നാൽ അതെല്ലാം തന്നെ നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അവർ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ആ പ്രോഡക്റ്റ് കഴിച്ചാൽ തീർച്ചയായും നമുക്ക് യൗവനം തിരിച്ചു കിട്ടും, യൗവനത്തിൽ ആറാടാം എന്നാണ് അവർ നമ്മളെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, യൗവനത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ പ്രായമാകും മനുഷ്യൻ. സ്വാഭാവികം. ആ പ്രായമാകുന്നത് ഒരു കുറ്റമാണ്, നമ്മുടെ മാത്രം കുറ്റമാണ് എന്നതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ലോകത്ത് 190 രാഷ്ട്രങ്ങളിൽ 80ഓളം വരുന്ന രാജ്യങ്ങളിൽ അമേരിക്കൻ ആധിപത്യത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതിൻ്റെ ഫലമായി ആയുധ കച്ചവടം ഒരു ഭാഗത്ത് മോടി പിടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് കോസ്മെറ്റിക് സ്ഥാപനങ്ങളും ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ പ്രചണ്ഡമായ പ്രചാരവേല അഴിച്ചുവിടുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ കഴിവിനെ, നമ്മുടെ മനുഷ്യ സഹജമായ കഴിവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവണതയാണ് എന്ന് നാം തിരിച്ചറിയണം എന്നതാണ് ഞാൻ ഈ മെസ്സേജിലൂടെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ലോകത്തുള്ള 850 കോടിയോളം വരുന്ന ജനസാമാന്യത്തെ പറഞ്ഞ് പറ്റിച്ച് പ്രചണ്ഡമായ പ്രചാരവേല അഴിച്ചുവിട്ട് അവരെ കബളിപ്പിച്ച് നിങ്ങൾ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന ഇവരെ നാം തിരിച്ചറിയണം. ഇന്ന് ലോകത്തുള്ള സമ്പന്നന്മാരിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ ആര് എന്ന് ചോദ്യമുയർത്തുമ്പോൾ ആ സമ്പന്നൻ മറ്റാരുമല്ല, ലാറി എല്ലിസനായിരുന്നു. ലാറി എല്ലിസനാണ് ലോകസമ്പന്നൻ. മാസ്കിനെ പിന്തള്ളിക്കൊണ്ട് 2ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് ലാറി എല്ലിസൺ കടന്നു വന്നിരിക്കുന്നു. ലാറി എല്ലിസൻ്റെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്നറിയോ? ഒരു മാസത്തെയല്ല, ഒരു വർഷത്തെയല്ല, ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 6.5 ലക്ഷം കോടി രൂപയാണ്. അതായത് 6.5 lakhs CR ആണ് ലാറി എല്ലിസൻ്റെ ഒരു ദിവസത്തെ വരുമാനം. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ പ്രതിശിഷ്ട വരുമാനം, റവന്യൂ വരുമാനം എത്രയെന്നറിയുമോ? കേരളത്തിൻ്റെ പ്രതിശിഷ്ട വരുമാനം എന്ന് പറയുന്നത്, റവന്യൂ വരുമാനം എന്ന് പറയുന്നത് കേവലം 1.5 lakhs CR ആണ്. ബാറ്ററി തീർന്നാൽ ഫോൺ ചാർജ് ചെയ്യാം, എന്നാൽ സമയം തീർന്നാൽ ജീവിതം ചാർജ് ചെയ്യുവാൻ കഴിയുമോ എന്നുള്ള ഒരു പരസ്യ തന്ത്രമാണ് ഇവർ പ്രയോഗിക്കും. നമ്മുടെ നൈസർഗികമായ വാസനകളെ, കഴിവുകളെ ആഘോഷിക്കുന്നതിന് പകരം അവർ എന്ത് ചെയ്യുന്നു? നമ്മെ പറഞ്ഞ് ധരിപ്പിക്കുന്നു, നമ്മളെ പറഞ്ഞ് ഉത്ബുദ്ധരാക്കുന്നു. എന്ത് പറഞ്ഞുകൊണ്ട്? നാം മോശപ്പെട്ട ആളുകളാണ്, നമ്മുടെ കഴിവുകേടുകൊണ്ടാണ് നമുക്ക് ജരാനരകൾ ബാധിക്കുന്നത്, നമുക്ക് പ്രായമാകുന്നത് നമ്മുടെ കഴിവുകേടാണ് എന്നാണ് പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രചാരവേലകളിൽ കുടുങ്ങിപ്പോകരുത് എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഓക്കെ, ഡൺ.